ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഉള്ളത് പള്ളുരുത്തിയിലാണ്. പള്ളുരുത്തി നമുക്കൊരു പേഴ്സണലായിട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മളിവിടെ അവിടെ വന്നു, ആ ചടങ്ങ് കഴിഞ്ഞു. നമ്മളിപ്പോ അവിടുന്ന് യൂബർ ഓണാക്കുകയാണ്. അപ്പൊ നമ്മള് ഇവിടുന്ന് യൂബർ ഓണാക്കി ഇതിനു മുന്നേ കഴിഞ്ഞ ആഴ്ചയൊക്കെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ യൂബർ ഓണാക്കി. യൂബർ ഓണാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് റാപ്പിഡോയും കൂടെ ഓണാക്കാം കേട്ടോ. യാത്രയിലൊക്കെ വല്ലാണ്ടിലാണ് ഒരു ട്രിപ്പ് അടിക്കുന്നത്. റാപ്പിഡോക്ക് ഒരു അപ്ഡേഷൻ ഉണ്ട്. അപ്പൊ അത് അപ്ഡേഷനൊക്കെ ആയിട്ട് വരട്ടെ കേട്ടാ. പിന്നെ യൂബറിൽ നമ്മള് ഇന്റർസിറ്റി ഓഫ് ആക്കിയിട്ടൊക്കെയായിരുന്നു. ഇന്റർസിറ്റി ഓണാക്കാം. ഇന്റർസിറ്റി ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടാ. ഇനിയിപ്പം നമ്മൾ 3 ഓൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ട്രിപ്പ് വരുന്ന പോലെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. നമ്മളിപ്പോ പള്ളുരുത്തി ഗവൺമെന്റ് UP സ്കൂളിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഇപ്പൊ നമ്മളെല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ട്രിപ്പ് അടിക്കും എന്നുള്ളത്. ഞായറാഴ്ചയൊക്കെ ആണ്ട് അടിക്കാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ലാത്ത ട്രിപ്പ് കിട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് ഓണാക്കി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് യൂബറിൽ പള്ളുരുത്തിയിൽ നിന്ന് ട്രിപ്പ് അടിച്ചു. നമുക്ക് വൈറ്റിലേക്കാണ് കേട്ടോ. റോഡിന് നടുക്കൂടെ തന്നെ ആളൊന്നും അറിയുന്നില്ല. അപ്പൊ ഏതായാലും നമുക്ക് വൈറ്റിലേക്ക് ട്രിപ്പ് അടിച്ച് നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിക്കപ്പ് പോയിന്റ്. അപ്പൊ ഏതായാലും നമുക്ക് ആ ട്രിപ്പ് പോയി എടുക്കാം. ഒരു 210 രൂപയാണ് ക്യാഷ് കളക്ടഡ് കാണിച്ചേക്കുന്നത്, ഫെയർ കാണിച്ചേക്കുന്നത്. ഇനി എത്ര കിട്ടുമെന്ന് ദൈവത്തിനറിയാം. ഏതായാലും ഒരു 10 മിനിറ്റുള്ളിൽ നമുക്ക് ട്രിപ്പ് വന്നു. നമ്മളത് അറ്റൻഡ് ചെയ്തു. നമ്മളത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, മാർക്കറ്റ് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഇറച്ചി മേടിക്കാൻ വേണ്ടി തിക്കും തിരക്കുമാണ്. ഓക്കെ, ഈ ഇറച്ചിക്കടയിൽ എന്താ തിരക്കും നോക്കി. ഓക്കെ, അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോ വൈറ്റിലെ ഹബിലാണ് കേട്ടോ ഉള്ളത്. വൈറ്റിലെ ഹബിൽ ആളെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് CNG പകുതി ഉണ്ടായിരുന്നു. അപ്പൊ ഏതായാലും പമ്പിന്റെ അടുത്ത് കിട്ടിയതാണല്ലോ എഴുതി കയറി അടിച്ചു. ഒരു 407 രൂപയുടെ CNG കൊണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചത്. മേനേക്കാണ് കേട്ടോ, എരൂരിന്നാണ്. അപ്പൊ നമ്മൾ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ അത് എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ. ഓക്കെ, അപ്പൊ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് പറയാം. അപ്പൊ നമ്മളിന്ന് രാവിലെ 10 മണിയായ പിന്നെയാണ് കേട്ടോ രാവിലെ ഇറങ്ങിയത്. 10 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ ട്രിപ്പാണ് കേട്ടാ. യൂബറിലാണ് കേട്ടാ. ഓക്കെ, ഇന്നലെ മഴ നനഞ്ഞാണ്ടാവും തോന്നുന്നു. ഭയങ്കര ജലദോഷം. അങ്ങനെ ഇപ്പൊ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയി കേട്ടോ. നമുക്ക് 2ാമത്തെ ട്രിപ്പും നമുക്ക് കംപ്ലീറ്റ് ആയി. 187 രൂപ കേട്ടോ നമുക്ക് ലഭിച്ചത്. ക്യാഷ് കളക്ടർ 212 187 രൂപ നമുക്ക് ലഭിച്ചു. അങ്ങനെ നമ്മൾ 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ ടോട്ടല് 371 രൂപ ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും യൂബറും റാപ്പിഡോ യാത്രയും ഓണാക്കിയിട്ടേക്കാണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് എങ്ങോട്ടായിരിക്കുന്ന കാര്യത്തില്ല. ഒരു 112 ട്രിപ്പ് 112 രൂപ അതടിച്ചു. മൈൻഡ് ചെയ്യാൻ പോയില്ല. എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെന്ന് വെച്ചു. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ഒതുക്കിട്ടേ ലക്ഷ്മി ഹോസ്പിറ്റലിന്റെ ബാക്കിൽ വന്ന് ഒതുക്കിട്ടേക്കാണ് കേട്ടോ. അപ്പൊ ബാക്കിയൊക്കെ ഇനിയിപ്പോ ട്രിപ്പ് വെട്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു മഴയുടെ കോള് കാണുന്നുണ്ട്. ഒരു മൂടിക്കെട്ടി നിൽക്കുകയാണ്. മഴ പെയ്യുമോന്നറിയില്ല. ഏതായാലും നമുക്ക് പോയി ഒരു 11 മണിയായി. ഒരു ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് നിൽക്കാട്ടോ. അതെ, നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗമൊക്കെ മൂടിക്കെട്ടി നിൽക്കുകയാണ്. മഴ പെയ്യുമെന്നും പറഞ്ഞ് നിൽക്കുകയാണ്.
ഏതായാലും നമുക്ക് മഴ പെയ്യുന്നതിന് മുന്നേ പോയി ഒരു ചായ കുടിക്കാം. ഓക്കെ, ഇന്നലെ മഴ നനഞ്ഞോണ്ടേ ഭയങ്കര ജലദോഷം. കേസ് അപ്പം നമുക്ക് ഇവിടുന്ന് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു 127 രൂപ ട്രിപ്പാണ്. നമുക്ക് ഭാരത് BTH ഹോട്ടലിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് മുളകുകാട് എന്ന് പറയുമ്പോ ഗ്രാൻഡ് ഹയാത്തിലോട്ടാണ് ചാൻസ് കൂടുതലോട്ടാ. ഓക്കെ, നമുക്ക് ഏതായാലും ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ഭാവനയാണ് കേട്ടോ, സിനിമാടി ഭാവനയാണെന്ന് അറിയാൻ പാടില്ല. ഏതായാലും നമുക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോ നമ്മളിപ്പോ ഉള്ളത് ലുലു മാൾ കൺവെൻഷൻ സെന്ററിലാണ് കേട്ടോ. കൺവെൻഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കുകയാണ്. നമുക്ക് വന്ന ട്രിപ്പ് അത് ഗ്രാൻഡ് ഹയാത്തിലോട്ടായിരുന്നു. അവർക്കും ലുലു കൺവെൻഷൻ സെന്ററിലോട്ട് പോകാൻ വേണ്ടിയായിരുന്നു. ഏതായാലും അവരെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചുവിടെ വന്ന് കിടക്കാണ്. വീണ്ടും നമ്മൾ ഇവിടെയൊക്കെ ഫുള്ള് സർജ് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തിനാന്നറിയാൻ പാടില്ല. നോക്കി നേവൽ ബേസ് എയർപോർട്ട് ആ ഭാഗത്തൊക്കെ ഭയങ്കര സർജാണ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോ നിൽക്കുന്ന ഭാഗത്ത് അടുത്തൊക്കെ സർജ് ഉണ്ട്, പക്ഷെങ്കിൽ ഒറ്റ ട്രിപ്പ് പോലും അടിക്കുന്നില്ല കേട്ടാ. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ട്രിപ്പ് അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടാ. ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, അതൊക്കെ അടച്ചിട്ടേക്കാണ്. ഒരു ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഓക്കെ, നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം കേട്ടാ. നമുക്ക് വീണ്ടും ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. ഒരു 160 രൂപ ട്രിപ്പാണ്. ഒരു 1,700 ഉണ്ട് കേട്ടോ കിലോമീറ്റർ പോയി എടുക്കണ്ട പിക്കപ്പ്. അപ്പൊ ഏതായാലും നമുക്ക് ആ ട്രിപ്പ് പോയി എടുക്കാം. ടവർ 4. നമുക്ക് ഏതായാലും ആ ട്രിപ്പ് പോയി അറ്റൻഡ് ചെയ്യാം കേട്ടാ. ഏതായാലും നമുക്ക് ട്രിപ്പ് കിട്ടി, നമ്മളത് എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ട്രിപ്പ് എല്ലാം വരുന്നുണ്ട്. എല്ലാം ഈ 112 അത് 3-4 കിലോമീറ്റർ ഒക്കെ പോയിട്ട് വേണം എടുക്കാൻ. എന്ത് കളിയാന്നൊക്കെ യുവർ നാണമില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ട്രിപ്പുകൾ ഇടാൻ വേണ്ടി. അല്ല, 4 കിലോമീറ്റർ പോയി എടുത്തിട്ട് 2 കിലോമീറ്റർ പോകാൻ വേണ്ടിയാ 112 രൂപ. ഇത് ട്രിപ്പ് ഇടുന്ന ഇത് പറയാനൊന്നും നാണമില്ലാത്ത. അങ്ങനെയുള്ള ട്രിപ്പ് ഇടരുത്. ഇത് അവർക്ക് എങ്ങനെ അടിച്ചാൽ ഈ 112 രൂപ അടിച്ചാൽ അവർക്ക് കമ്മീഷൻ കിട്ടൂല. ഈ 4 കിലോമീറ്റർ പോയിട്ട് 112 രൂപ ഓടാനുള്ള പ്രാന്തണ്ടോ മനുഷ്യന്. ഓക്കെ, നമുക്ക് ഏതായാലും ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടാ. അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കലൂര് സ്റ്റേഡിയത്തിന്റെ അവിടെയാണ് കേട്ടോ. ഇതാണ് സ്റ്റേഡിയത്തിന്റെ അവിടെ നമ്മൾ വന്ന്. അപ്പൊ നമുക്ക് കടവന്ത്രക്കായിരുന്നു നമുക്ക് അത് കഴിഞ്ഞ് ലഭിച്ച ട്രിപ്പ്. ഇതായിരുന്നു ട്രിപ്പ്. എറണാകുളം അയ്യപ്പൻകാവ് എറണാകുളം എന്ന് പറഞ്ഞിട്ട് സൗത്ത് റോഡ് കൊച്ചി. അതായത് ലിറ്റിൽ ഫ്ലവർ ഒന്ന് പോകട്ടെ. ലിറ്റിൽ ഫ്ലവർ പള്ളി അങ്ങോട്ടായിരുന്നു. കടവന്ത്ര അവിടെ ഒരു പള്ളിയുണ്ട് ലിറ്റിൽ ഫ്ലവർ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് അടിച്ചു. ഇത് കടവന്ത്രന്ന് തമ്മനം പുല്ലപ്പടി റൂട്ടിലായിരുന്നു കേട്ടോ. അപ്പൊ ആ ട്രിപ്പിൽ നമുക്ക് 160 രൂപ ക്യാഷ് കളക്റ്റഡും 116 രൂപയാണ് നമുക്ക് ലഭിച്ചത്. അത് കഴിഞ്ഞപ്പോ തന്നെ അങ്ങോട്ട് കഴിയുമ്പോ തന്നെ അടുത്ത ട്രിപ്പ് അഡ്വാൻസ് അടിച്ചു. അത് ഗാന്ധിനഗർ എളംകുളം രാജഗിരി കളമശ്ശേരിക്കായിരുന്നു. കളമശ്ശേരി രാജഗിരി സ്കൂളിന്റെ അങ്ങോട്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് 240 രൂപ ക്യാഷ് കളക്റ്റഡും 209 രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ. അപ്പൊ തന്നെ അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് അടിച്ചു. അത് സൗത്ത് കളമശ്ശേരിന്ന് പാരഡൈസ് എടപ്പള്ളി, അതായത് ചെങ്ങമ്പുഴ മെട്രോ സ്റ്റേഷന്റെ അങ്ങോട്ടായിരുന്നു. അത് 179 രൂപ ക്യാഷ് കളക്റ്റഡും 164 രൂപ നമുക്ക് ലഭിച്ചു. അപ്പൊ നമ്മൾ അവിടെ വെച്ച് ഓഫാക്കി. കാരണം ഇനി ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ചോറിനാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ചെറിയ ചെറിയ ട്രിപ്പാണ് അടിക്കുന്നത്. 150 താഴെ, 170, 200 താഴെയാണ് എല്ലാ ട്രിപ്പും അടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ കുറെ ട്രിപ്പൊക്കെ വിട്ട് കളഞ്ഞു കേട്ടോ. 110, 111 ഒക്കെ ട്രിപ്പ് വരുന്നുണ്ട് ഇതിനിടയ്ക്ക്. അതൊക്കെ വിട്ട് കളഞ്ഞു. അപ്പൊ നമ്മള് ഊണ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഓഫാക്കിയേക്കാണ് കേട്ടോ. അപ്പൊ തക്കാലം ഓഫാക്കിയിട്ടേക്കാണ്. അടുത്തതിന് ഊണ് കഴിഞ്ഞിട്ട് 160 രൂപ എടപ്പള്ളി അയ്യപ്പങ്ക അങ്ങോട്ടാണ്, പാലാരിവട്ടത്തിൽ നിന്നാണ് കേട്ടോ. നമ്മളത് വിട്ട് കളഞ്ഞു. ഊണ് കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാം. ഓക്കെ.
ഊണ് കഴിക്കാം. അപ്പൊ നമ്മള് ഊണൊക്കെ കഴിഞ്ഞോട്ടാ. ഊണൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓൺലൈനിൽ പോവാണ്. യൂബർ ഓണാക്കി, ബാക്കിയൊക്കെ ഓൾറെഡി ഓണാണ്. ഇനിയിപ്പോ ട്രിപ്പ് വരുമോന്ന് അറിയത്തില്ല. ഏതായാലും നമ്മളിപ്പോ ഇവിടെ കലൂരിൻ സ്റ്റേഡിയത്തിന്റെ അവിടെ കിടക്കുകയാണ് കേട്ടാ. ഓണാക്കിയിട്ടുണ്ട്. ട്രിപ്പ് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നമുക്കിപ്പോ ഈ വഴി നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടോ എന്നൊരു സംശയമില്ലായി ഇല്ല. കാരണം അവിടെയൊക്കെ പെട്ടെന്ന് വെള്ളം കെട്ടുന്നതാണ്. ഇവിടെയൊക്കെ വെള്ളം കെട്ടിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ട്രിപ്പ് വരുമോ നോക്കട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടോ. സ്റ്റേഡിയം റോഡിൽ നിന്നാണ്, സ്റ്റേഡിയം ലിങ്ക് റോഡിൽ നിന്നാണ്. ഒരു 282 രൂപയുടെ ഒരു ട്രിപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് ആ ട്രിപ്പ് പോയി എടുക്കാം. ഓക്കെ, റാപ്പിഡോയിലാണ് കേട്ടോ ട്രിപ്പ് വന്നേക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്നാണ്. ഓക്കെ, നമുക്കപ്പോ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് പുതിയാവിലാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഇപ്പൊ വന്ന ട്രിപ്പ് പുതിയാവിലാണ്. റാപ്പിഡോയിലായിരുന്നു. നമുക്ക് 282 രൂപ ലഭിച്ചു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്ന് അറിയില്ല. നമ്മള് ഓണാക്കിയിട്ടുണ്ട്. ഇതൊരു വില്ലയാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഹൈവേയിലോട്ട് ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടാ. ഇവിടുന്ന് അങ്ങനെ അടുത്ത എല്ലാം ട്രിപ്പ് കണക്ട് ചെയ്ത് കിട്ടുമായിരുന്നെങ്കിൽ രക്ഷയായിരുന്നു. നമ്മള് യൂബർ ഓൺ ആക്കിയിട്ടില്ല, റാപ്പിഡോയിലാണ് വന്നത്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് യൂബർ ഓൺ ആക്കി ഇടാം കേട്ടാ. അപ്പൊ യൂബർ ഓൺ ആക്കി ഇടാം. അപ്പൊ നമുക്ക് തൃപ്പൂണിത്തുറ ചന്തവാതുക്കൽ നിന്ന് നമുക്കൊരു വൈറ്റില അടിച്ചേക്കാണ് കേട്ടോ. വൈറ്റില എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ നമുക്കൊരു 2.5 കിലോമീറ്റർ അപ്പുറേന്നാണ് കേട്ടോ ഈ ട്രിപ്പ് അടിച്ചേ. എല്ലാം ചെറിയ ട്രിപ്പ് ഉണ്ടോന്ന് വെച്ചാൽ ട്രിപ്പ് ഉണ്ട്, പക്ഷേങ്കിൽ എല്ലാം കുഞ്ഞിക്ക ട്രിപ്പാ. ഇത് വൈറ്റില നമ്മള് തോപ്പുംപടി ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട്. തോപ്പുംപടിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. തോപ്പുംപടിക്കല്ല, പള്ളുരുത്തിയാണ്. അപ്പൊ തോപ്പുംപടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വൈറ്റില അടിച്ചിട്ടുണ്ട്. വൈറ്റിലെന്ന് എടുത്തോണ്ട് പോവാം. എല്ലാം പോക്കിരിക്കാൻ ട്രിപ്പാണ്. ഓക്കെ, നമ്മളപ്പോ ആ ട്രിപ്പ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നമ്മ ബുക്ക് ചെയ്തേക്കുന്ന ഒരു സോണിയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സോണിയനെ പിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വൈറ്റിലെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഇതേ നിൽക്കുന്നു. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് വൈറ്റിലാണ് കേട്ടോ. വൈറ്റിൽ ആ ഡ്രോപ്പ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ ഒന്നും. ഇന്നലെ മഴ നനഞ്ഞിട്ടേ ജലദോഷം, കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ, പനി പിടിച്ചില്ലെങ്കിൽ നാളെ കാണാം, ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ്. പനി പിടിച്ചെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കാണാം, പനി പിടിച്ചില്ലെങ്കിൽ നാളെ കാണാം. ഓക്കെ.